നമസ്കാരം. പിണറായിയുടെ മുമ്പിൽ കാലുപിടിക്കുന്നവർക്കുള്ള എന്ത് പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്? ഇനി ആ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ അവർക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? CPM എന്നോ SFI എന്നോ DYFI എന്നോ പറഞ്ഞ് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഏറെ പേരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേരള നാട്ടിൽ. പക്ഷേ അവർക്കൊക്കെ നീതി ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് ലഭിക്കാത്ത നീതി എങ്ങനെയാണ് കേരള സമൂഹത്തിന് ലഭിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ ചില കഥകളുണ്ട്. സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്താണ് മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത്? സിദ്ധാർത്ഥിനെ പോലുള്ളവർക്ക് ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ റെജിമോൻ കുട്ടപ്പൻ്റെതാണ്. കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിൻ്റെ മുറിയിൽ പിണറായിയുടെ ഒരു പടമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആത്മഹത്യ അല്ല, അത് കൊലപാതകമാണ് എന്ന് പറഞ്ഞ് അമ്മ മഹിജ ഈ പിണറായിയെ കാണാൻ ചെന്നപ്പോൾ അവരെ റോഡിലിട്ട് വലിച്ചിഴച്ചത് നമ്മൾ കണ്ടതാണ്. മഹിജയും കുടുംബവും പാർട്ടിക്കാരായിരുന്നു. എന്നിട്ട് നീതി ലഭിച്ചോ? ഈ നാറിയ കേരളത്തിൽ ഒരു നീതിയും ആർക്കും ലഭിക്കില്ല. ശരിയാണ്, ഉള്ളത് പറയാമല്ലോ. സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു പ്രതീക്ഷയുമില്ല തനിക്ക് എന്ന് മാത്രമല്ല, ആർക്കും പ്രതീക്ഷയില്ല. കുഞ്ഞനന്ദിന് വാഴ്ത്തുപാട്ട് പാടുന്നവർക്ക് MP സീറ്റ് കൊടുക്കുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തൊരു ഗതികെട്ട നാടാണിത്! എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇവിടെ സ്വന്തം പാർട്ടിയുടെ തണലായി നിന്ന് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മഹിജയെ ആരും മറന്നിട്ടില്ല. ജിഷ്ണുവിനെ ഇന്നും ഓർക്കുന്നുണ്ട് നൊമ്പരങ്ങളോടെ. കാരണം ജിഷ്ണുവിൻ്റെ അമ്മ മഹിജ എന്ന് പറയപ്പെടുന്നത് ഈ പോലീസ് ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ റോഡിലിട്ട് വഴിച്ചിഴച്ച് ആ പാർട്ടിക്കാരി കൂടിയായ മഹിജയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തറയിൽ കിടന്ന് വിലപിക്കുന്ന ആ അമ്മയെ കേരളം മറന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ നൊമ്പരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവനവനത് നഷ്ടപ്പെടണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ശരി. ആ നഷ്ടപ്പെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിവുണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല കേട്ടോ. ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. ചെങ്കൊടി പിടിച്ച ചെങ്കൊടിയുടെ തണലായി ചേർന്ന് നിന്നുകൊണ്ട് പിണറായിക്ക് മുദ്രാവാക്യം വിളിച്ച് പിണറായി സിന്ദാബാദ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന അണികളുണ്ട്. ചെങ്കൊടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവർ. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് പിണറായിയെ സഹായിക്കുക എന്നുള്ളത്. അവർക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ പാർട്ടി കേരളം ഭരിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എന്ത് നേടി? ഈ അണികൾക്ക് ലഭിക്കുന്നത് നീതിയാണോ? ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. SFIയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ച് ആ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തിട്ട് ആ പാർട്ടിയുടെ തണലായി നിൽക്കുന്ന അമ്മയെ പോലീസുകാരെ കൊണ്ട് റോഡിലിട്ട് വലിച്ചിഴപ്പിക്കപ്പെട്ട പിണറായിയെ പോലൊരാൾ ഈ കേരളം ഭരിക്കുമ്പോൾ ആർക്കാണ് നീതി ലഭിക്കുക? ആർക്കാണ് നീതി ലഭിക്കുക? സ്വന്തം പാർട്ടിക്കാർക്ക് ലഭിക്കാത്ത നീതി ഒരിക്കലും ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടിക്കാർക്കോ കേരളത്തിലെ മറ്റുള്ള പൊതുസമൂഹത്തിനോ ലഭിക്കില്ല എന്നുള്ള കാര്യം നിശ്ചയമല്ലേ? കാരണം സ്വന്തം പാർട്ടിയോട് കൂറു പുലർത്തുന്നു എന്ന് പറയപ്പെടുന്നവരെ, അല്ലെങ്കിൽ സ്വന്തം തോളോട് തോള് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കൊലയ്ക്ക് കൂട്ടു നിൽക്കുന്നവരെ, കൊലപാതകികളാകുന്നവരെ, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ, അങ്ങനെയുള്ള പാർട്ടിക്കാരെ അന്യായമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് പലതരത്തിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPM എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പാർട്ടിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയാൽ നാളെ അവരുടെ ജഡങ്ങൾ പൊന്തുന്നത് എവിടെയാണ് എന്ന് പറയാൻ കഴിയില്ല. പേടിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഈ അണികളായി CPMൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഒന്നുകിൽ ഭയം കൊണ്ട്, ഒന്നുകിൽ മരിക്കാനുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ കൊല്ലുമെന്ന ഭയം കൊണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ നാണം കെട്ട് ഈ പിണറായി വിജയൻ്റെ ചെങ്കൊടിക്ക് കീഴിൽ ഇങ്ങനെ നട്ടലില്ലാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയമെന്ന് പറയുന്നത് പാടെ ഉപേക്ഷിക്കുക, സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. കാരണം നീതി ലഭിക്കാത്തൊരു നാടായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഹിജയ്ക്കും ജിഷ്ണുവിനും ലഭിക്കാത്ത നീതി ഒരിക്കലും ഈ സിദ്ധാർത്ഥിനും ലഭിക്കില്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. ഒരു പ്രതീക്ഷയുമില്ല സിദ്ധാർത്ഥിന് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ.